ഫിസിക്കൽ അസോൾട്ട് സംഭവിച്ചിരിക്കുന്നു. ബിഗ് ബോസ് വീടിനകത്ത് വീണ്ടും റസ്മിൻ ജാസ്മിനെ പിടിച്ച് തള്ളിയിരിക്കുന്നു, പുഷ് ചെയ്തിരിക്കുന്നു, അടിച്ചിരിക്കുന്നു. അതെ, ഫിസിക്കൽ അസോൾട്ടാണ്. എന്ത് ആക്ഷനാണ് ബിഗ് ബോസ് എടുക്കാൻ പോകുന്നത്? റസ്മിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇജക്ട് ചെയ്യുമോ, അതോ അടുത്ത ആഴ്ചയിലേക്ക് ഡയറക്റ്റ് ലാലേട്ടൻ വരുമ്പോഴത്തേക്ക് നോമിനേറ്റ് ആണോ ചെയ്യുന്നത്? ലൈവിൽ ആ സംഭവം നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. എന്താണ് സംഭവം പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യം തന്നെ ഞാൻ പറയാം, ജാസ്മിൻ 2 ആഴ്ച മുമ്പ് ജിൻഡോയെ ജയിലിൽ വെച്ച് ഇങ്ങനെ അടിച്ചത് ഞാൻ ഫിസിക്കൽ അസോൾട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബിഗ് ബോസിൻ്റെ എന്തോ താല്പര്യം കാരണം ജാസ്മിൻ ഒരു സ്ട്രൈക്ക് കാർഡും കൊടുത്തില്ല, ഒരു ഡയറക്റ്റ് നോമിനേഷനും കൊടുത്തില്ല, ജാസ്മിനെ പുറത്താക്കിയതുമില്ല. അത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ പോയി കാണുക. അല്ലെങ്കിൽ കുറേ എണ്ണം പറയും, അന്ന് നീ നേരെ തിരിച്ചല്ലേ പറഞ്ഞതെന്ന് ചോദിക്കും. അല്ല, അന്ന് ഞാൻ പറഞ്ഞത് തെറ്റ് തന്നെയാണ്. ആരെ അടിച്ചാലും അത് തെറ്റ് തന്നെയാണ്. ഇന്ന് അത് തന്നെയാണ് വീണ്ടും നടന്നിരിക്കുന്നത്. സംഭവം പറയാൻ തുടക്കം മുതൽ പറയണ കൃത്യമായിട്ട് കേട്ടോണം. അതായത് ശ്വേത സാബുവിനെയും കൂട്ടി റൂമിൽ കയറിയിട്ട് സാബുവിൻ്റെ പറയുന്നുണ്ട്, ഈ ഡയമണ്ട് മോഷ്ടിക്കുന്നത് ആരാണോ, അത് ഞാൻ കാണാതെ മോഷ്ടിക്കുന്നത് ആരാണോ അവർ മാത്രം അടുത്ത ആഴ്ച നോമിനേഷൻ ഫ്രീ ആയിട്ട് മാറും. അതാണ് ഈ കല്ലിൻ്റെ പ്രത്യേകത. ഈ കാര്യം സാബുവിൻ്റെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ജിൻഡോയെ ശ്വേത വിളിച്ചിട്ട് പറയുന്നു, ഞാൻ ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് എൻ്റെ ഡയമണ്ട് നോക്കേണ്ടത് നീയാണ്. നീ ഈ ഡയമണ്ട് നോക്കി സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിനക്കൊരു സമ്മാനം തരും. അപ്പോൾ ജിൻഡോ പറയണം, അതെ ഡയമണ്ട് അടിച്ചു മാറ്റാൻ പ്ലാൻ ഉണ്ടായിരുന്നു, ഇനി ഞാൻ ആ പ്ലാനിലില്ല. അപ്പോൾ ശ്വേത പറയണം, അല്ല നീ ആ പ്ലാനിൽ നിൽക്കണം, എന്നിട്ട് നീ എന്ത് ചെയ്യണം, ഇത് സംരക്ഷിക്കുകയും വേണം, എന്നാൽ ഞാൻ നിനക്ക് സമ്മാനം തരാമെന്ന് പറയുന്നു. ശ്വേതയുടെ അടുത്ത് ജിൻഡോ ഒരു സൂപ്പർ പ്ലെയർ ആണ് എന്നുള്ള കാര്യം നമ്മുടെ സാബു പറയുന്നുണ്ട്. പിന്നീടാണ് സംഭവം നടക്കുന്നത്. ശ്വേത ജാസ്മിനെ വിളിച്ചിട്ട് എല്ലാവരുടെ അടുത്തും എനിക്കൊരു മീറ്റിംഗ് കൂടാനുണ്ട്, പോയി റോബോട്ടല്ലേ നീ പോയി എല്ലാവരെയും വിളിക്കാൻ പറയുന്നു. ജാസ്മിൻ എല്ലാവരെയും പോയി വിളിക്കുന്നു. പവർ ടീം മാത്രം വരുന്നില്ല. അൻസിബ, പിന്നെ ഋഷി, റസ്മിൻ, ഇവർ 3 പേര് കിച്ചണിലാണ്. നോറ അവിടെ ഇല്ല. ഇവരടുത്ത് 3 പേരടുത്തും പോയിട്ട് വരാൻ വിളിക്കുന്നു. ഗസ്റ്റ് വിളിക്കുന്നു, വരൂ 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 എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അവർ വരുന്നില്ല. ബാക്കി എല്ലാവരും ലിവിങ് റൂമിൽ വന്നിരിക്കുകയാണ്. നേരെ ഗസ്റ്റിൻ്റെ പോയി ജാസ്മിൻ പറയുന്നു, ഞാൻ വിളിച്ചിട്ട് വരുന്നില്ല. അപ്പോൾ ശ്വേത പറയുകയാണ്, നിങ്ങൾ റോബോട്ടല്ലേ, നിങ്ങൾക്ക് കൊണ്ടുവരാൻ പവറാണ്, അതെനിക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ലല്ലോ, ഞാൻ പോയി പറയാം. ഗസ്റ്റ് പറഞ്ഞു, ഒന്നും കൂടി പോയി പറയാം. പോയി വീണ്ടും പറയുന്നു, ഒരു മൈൻഡും ചെയ്യുന്നില്ല, ആരും ഒന്നും കേൾക്കുന്നില്ല. അൻസിബ അവിടെ കിച്ചണിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു, റസ്മിൻ അവിടെ വേറെ എന്തോ ജോലി ചെയ്തുകൊണ്ടിരുന്നിട്ട് റസ്മിൻ അടുപ്പിൽ എന്തോ വയ്ക്കുന്നു, ചൂടാക്കാൻ എന്തോ സ്റ്റൗവിൽ വെക്കുന്നു. അഭിഷേക് അവിടെ തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണമല്ലോ, ഗസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവർ ചെയ്തിരിക്കുന്ന ഡ്യൂട്ടി തടസ്സപ്പെടുത്തിക്കൊണ്ട് റസ്മിൻ ഇവിടെ ഇങ്ങനെ നിൽക്കുവാണ്, തൊട്ടപ്പുറത്ത് അൻസിബ നിൽക്കുകയാണ്. റസ്മിൻ ഒരു സ്റ്റൗവിൽ, ഒരു അടുപ്പിൽ, അപ്പുറത്തെ അടുപ്പിൽ അൻസിബ. അപ്പോൾ ഇതിൻ്റെ നടുക്കൂടെ ജാസ്മിൻ ഇങ്ങനെ കയറി വന്നിട്ട് ജാസ്മിൻ ഇങ്ങനെ സ്റ്റൗ ഓഫ് ആക്കുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആരും നിൽക്കുക, റസ്മിൻ നിൽക്കുകയാണ്. അപ്പോൾ റസ്മിൻ പെട്ടെന്ന് കൈ ഇങ്ങനെ പിടിക്കുന്നു. ഇങ്ങനെ നമുക്ക് കണ്ടാലറിയാം, ഇങ്ങനെ പിടിച്ച് ഒരൊറ്റ അടി കറക്റ്റാണ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പിടിച്ച് ജാസ്മിൻ ഇങ്ങനെ മാറ്റി ഇങ്ങനെ ഒരു അടി കറക്റ്റാണ് കൊടുക്കുന്നുണ്ട്. ഫിസിക്കൽ അസോൾട്ടാണ്. ജാസ്മിൻ അന്ന് ജിൻഡോയെ ഇങ്ങനെ അടിച്ചതും ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ്. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഇതും ഫിസിക്കൽ അസോൾട്ടാണ്. റസ്മിൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു, നീ എന്തിനെ. അപ്പോൾ പെട്ടെന്ന് അഭിഷേക് പിടിച്ച ഫിസിക്കൽ അസോൾട്ട് നടന്നു. എല്ലാവരും ഓടി വരുവാണ്. ജാസ്മിൻ പെട്ടെന്ന് റസ്മിൻ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി. ജാസ്മിൻ ഒന്നും മിണ്ടുന്നില്ല. ജാസ്മിൻ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു. പെട്ടെന്ന് സിജോയൊക്കെ ഒന്ന് വാ ജാസ്മിൻ എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിനെ കൂട്ടിക്കൊണ്ട് പോകുന്നു. ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് റൂമിൽ വിളിക്കുകയാണ്. എല്ലാവരും വന്ന് ഇരിക്കുന്നു. റസ്മിൻ കുറേ നേരം ഇങ്ങനെ മുഖം പൊത്തി, റസ്മിന് മനസ്സിലായി ഫിസിക്കൽ അസോൾട്ട് ആണെന്നുള്ള കാര്യം റസ്മിന് മനസ്സിലായി. നേരെ അവിടെ വന്ന് ലിവിങ് റൂമിൽ വന്നിരിക്കുന്നു. ജാസ്മിൻ ഒന്ന് കൂളാവുന്നു, ഭയങ്കര കരച്ചിലാണ്. ശ്വേത ഈ സംഭവം എല്ലാം കൊണ്ടുകൊണ്ട് വരുന്നു. ജാസ്മിൻ്റെ കണ്ണീരൊക്കെ ഒപ്പൊന്ന് ഓക്കെ ആവും, മോളെ സമാധാനപ്പെട് എന്നെല്ലാം പറയുന്നു. അപ്പോൾ ജാസ്മിൻ അല്ല അവൾ അറിയാതെ ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് റസ്മിൻ്റെ അടുത്ത് നോറ ഇരിക്കുകയാണ്. ഈ സംഭവം എല്ലാം കൂടെ കണ്ട അൻസിബയും ആകെ മൊത്തം തല ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം നീ കുത്തിവെച്ച വിഷം, നീ ഇറക്കി വിട്ട കൊടും വിഷമാണ് ഇപ്പോൾ അവൾ എൻ്റെ നേരെ പ്രയോഗിച്ചത്. അവളത്തെ ഭാഗത്തലത്തേറ്റ് നീയാണ് നോറ ഇവിടെ വിഷം ഇറക്കി വിട്ടത് എന്നിങ്ങനെ പറയുകയാണ്. പെട്ടെന്ന് റസ്മിൻ ഓടി അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ ബാത്റൂമിനകത്തോട്ട് പോകുന്നു. അവിടെ കിടന്ന് അടിയും ഇടിയും ഒറ്റയ്ക്ക് ബഹളവും കരച്ചിലും ഒക്കെ ആവുന്നു. ശരണ്യ, മോളെ വാതിൽ തുറക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം നോറ, എന്തിനാണ് എന്നെ പറയുന്നത്, ഞാൻ വല്ലതും ചെയ്തോ, ഞാനിവിടെ ഇല്ലായിരുന്നു, ഞാനൊന്നും പറഞ്ഞില്ല, നീ എന്തിനാണ് എപ്പോഴും എന്നെ പറയുന്നത്, എന്ത് കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്തോന്ന് ചെയ്തു, ഗസ്റ്റിനെ ഉപയോഗിച്ച് നീ എന്തോന്നാണ് പറയുന്നത്, ഞാൻ എന്ത് വിഷം കുത്തിവെച്ചു, ഞാൻ എന്ത് വിഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നോറ ജാസ്മിൻ്റെ മോളിൽ കയറുവാണ്. ജാസ്മിൻ നോറയുടെ മോളിലും തിരിച്ച്, നീ തന്നെയാണ് വിഷം 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 വിഷം
ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഭയങ്കരമായ ഒരു അടി നടക്കുന്നു. ബിഗ് ബോസ് അപ്പം തന്നെ ജാസ്മിനെയും റസ്മിനെയും കൂടെ കൺഫഷൻ റൂമിലേക്ക് വിളിക്കുന്നു. രണ്ടുപേരും കൺഫഷൻ റൂമിലേക്ക് പോവാണ്. പോകുന്ന വഴി ഭയങ്കര കരച്ചിലാണ്, രണ്ടുപേരും ഭയങ്കര കരച്ചിലാണ്. നേരെ കൺഫഷൻ റൂമിൽ കയറുന്നു. കൺഫഷൻ റൂമിൽ കയറുമ്പോൾ തന്നെ ബിഗ് ബോസ് കുറേ നേരം ഒന്നും മിണ്ടുന്നില്ല. ഇവർ രണ്ടുപേരും ഇരുന്ന് കരയാണ്. എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും റസ്മിനും ജാസ്മിനോടെ കെട്ടി അങ്ങ് പിടിക്കുകയാണ്. കെട്ടിപ്പിടിക്കുന്നു. നീ എന്തിനാടി അവൾ പറയുന്നത്, വല്ലവരും പറയുന്നത് കേട്ടിട്ട് എന്നിങ്ങനെ ജാസ്മിൻ ചോദിച്ച് കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ റസ്മിൻ സോറി പറയുന്നുണ്ട്. സോറി, എനിക്ക് അറിയാതെ പറ്റിയതാണ്, എനിക്ക് അറിയാതെ പറ്റിയതാണ് ബിഗ് ബോസ്, എനിക്ക് അറിയാതെ പറ്റിയതാണ്. വീണ്ടും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ സമയം പുറത്ത് അൻസിബ ഇതെല്ലാം കണ്ട് കിറങ്ങിയിരിക്കുകയാണ്. അൻസിബയെ നേരെ ശ്വേത വിളിച്ചുകൊണ്ട് പോകുന്നു. എന്നിട്ട് ശ്വേത നീ സമാധാനപ്പെട്ട് എന്താ പ്രശ്നം, നിനക്ക് ഇതാ കണ്ട എന്നെ ഷോക്കാണ് എന്നെല്ലാം ചോദിച്ച് സമാധാനപ്പെടുത്തുന്നു. കൺഫഷൻ റൂമിൽ നടക്കുന്ന കുറേ നേരം എന്താണെന്നുള്ളത് കാണിക്കുന്നില്ല. നോറ ഇതേ സമയം പിന്നീട് മെഡിക്കൽ റൂമിൽ പോകുന്നു. നോറ ആകെ മൊത്തം വിഷമത്തിൽ എന്നെ എന്തിനാണ് ഗസ്റ്റുകളുടെ മുമ്പ് വെച്ച് അവൾ വിഷമെന്ന് പറയുന്നത്, എനിക്ക് അവളെ ഇഷ്ടമില്ല, സത്യം തന്നെയാണ്, എനിക്ക് അവളെ ഇഷ്ടമല്ല, വന്ന ദിവസം പോലും എനിക്ക് അവളെ ഇഷ്ടമല്ല, അവളെ എൻ്റെ കാണിക്കുന്ന വേലകളൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഇപ്പം 55 ദിവസമായിട്ട് അവളെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക, എന്നിട്ട് ഞാൻ ഒന്നും മിണ്ടുന്നില്ല. നോറ കരയുന്നു. ഇതിന് ശ്വേത പോയി സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നോറ പറയുന്നുണ്ട്. പക്ഷെ നോറയെ സംഭവ സ്ഥലത്ത് ഇല്ലായിരുന്നു. എന്നിട്ട് ഇതേ സമയം കൺഫഷൻ റൂമിനകത്ത് ബിഗ് ബോസ് ചോദ്യം ചോദിക്കുകയാണ്. ജാസ്മിൻ പറയാണ്, ബിഗ് ബോസ് എനിക്ക് പരാതിയില്ല ബിഗ് ബോസ്, എനിക്കൊന്നുമില്ല ബിഗ് ബോസ്. ബിഗ് ബോസ് ചോദിക്കുന്നു, ജാസ്മിൻ ഇപ്പോൾ ഇവിടെ നടന്ന സംഭവത്തോട് നിങ്ങൾക്ക് പരാതിയുണ്ടോ? എന്തിനത് ചോദിക്കുന്നു? എന്തിന് ജാസ്മിനെ അത് ചോദിക്കുന്നു? ഈ പറയുന്ന പോലെ റോക്കി അടിച്ചത് അത് ചെറിയ അടിയോ വലിയ അടിയോ എന്തോ ആവട്ടെ, റോക്കി അടിച്ചപ്പോൾ റോക്കിയോട് ചോദിച്ചോ, സിജോയോട് ചോദിച്ചോ നിങ്ങൾക്ക് പരാതിയുണ്ടോ എന്ന്? സിജോ അങ്ങോട്ട് പരാതി ഇല്ല എന്ന് പറഞ്ഞിട്ട് വേണം, സിജോയോട് ചോദിച്ചില്ലല്ലോ. ഞാൻ റോക്കിക്ക് സ്റ്റാൻഡ് പറയുന്നതല്ല, അന്ന് ബിഗ് ബോസ് അങ്ങനെ ചോദിച്ചില്ലല്ലോ, റോക്കി എടുത്ത് ചോദിച്ചിട്ടില്ല. പിന്നെ നേരെ തിരിച്ച് ജാസ്മിൻ അടിച്ചത് ചോദിച്ചിട്ടേ ഇല്ല. നിങ്ങൾ അടിച്ചത് എന്തിനെന്നോ അസൾട്ടാണെന്നോ ഒന്നും വേണ്ടിയിട്ടില്ല ജിൻഡോയെ അടിച്ചത്. ഇന്നിപ്പോൾ റസ്മിൻ്റെ കേസ് വന്നപ്പം എന്തിന് ബിഗ് ബോസ് ചോദിച്ചു, ജാസ്മിൻ നിങ്ങൾക്ക് പരാതി ഉണ്ടോ എന്ന്? തെറ്റാണത്. അപ്പം ജാസ്മിൻ ഇല്ല ബിഗ് ബോസ് എനിക്ക് പരാതിയില്ല. അപ്പം റസ്മിൻ ഇല്ല ബിഗ് ബോസ് ഞാൻ ചെയ്തത് തെറ്റാണ്, എനിക്കറിയാം, അതിനോട് തന്നെ പുറത്താക്കണമെങ്കിൽ പുറത്താക്കാം, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരുമാനിക്കാം. ഇല്ല ബിഗ് ബോസ് എനിക്ക് അത്ര അടുത്ത ഫ്രണ്ടാണ്, അപ്പോൾ എന്നെ അങ്ങനെ വെറുതെ അടിച്ചായിട്ടേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. ബിഗ് ബോസ് നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഇവിടെ വെച്ച് സംസാരിച്ച് തീർത്തിട്ട് പുറത്തേക്ക് പോവാം എന്ന് പറയാണ്. പുറത്ത് ഇനി കാര്യം സംസാരിക്കാൻ പറ്റത്തില്ല. ഇനി ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ വളരെ നമുക്ക് പുറത്താക്കേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ വളരെ എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ വല്ല തീരുമാനിച്ച് പോവാമെന്ന് പറയുകയാണ് ബിഗ് ബോസ്. എന്തൊരു കോപ്പിൻ്റെ പരിപാടിയാണ് കാണിക്കുന്നത്, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. സത്യമായിട്ട് ഇത് കണ്ടുകൊണ്ടിരുന്നത് നല്ല ദേഷ്യമാണോ എന്ന്. കാരണം പലർക്കും ഇതുപോലെ തന്നെയല്ലേ സീസൺ 4 നടന്നത്, ഇങ്ങനെ ഒരു പുഷ് കൊടുത്തതിനല്ലേ. റിയാസിനെ ചോദിച്ചോ പരാതി ഉണ്ടോ പുറത്താക്കണമെന്ന്? അല്ലല്ലോ, റോബിനെ ഡയറക്റ്റ് ഔട്ടാക്കിയല്ലേ. അതുപോലെ തന്നെ അതേ സെയിം സാധനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. പിടിച്ചു, തള്ളി, അടിച്ചു, ഈ 3 സാധനം ഇവിടെ നടന്നിട്ടുണ്ട്. ഭയങ്കരമായ ആക്കത്തിലാണ് ആ സാധനം നടന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ കണക്ക് അങ്ങനെ ഒന്നും ചോദിച്ചില്ല. അതിനുശേഷം റസ്മിൻ ഇരുന്ന്, ജാസ്മിൻ നീ എപ്പോഴും ഗബ്രി ആ ചിന്ത മാത്രമേ ഉള്ളൂ, നിനക്ക് വേറെ ഒരു ചിന്തയും ഇല്ല, അതാണ് എനിക്ക് ഇത്രയും ദേഷ്യം എന്ന് പറയുന്നു. അപ്പോൾ ജാസ്മിൻ എനിക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും പറയാൻ ഗബ്രി മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല എന്നുള്ള കാര്യം ഈ പറയുന്ന റസ്മിൻ്റെ പറയുന്നു. എന്നിട്ട് ഒരുവിധം അവരെ സോൾവായി അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. റസ്മിൻ പോയി ബെഡിൽ കിടന്ന് കരയുന്നു. അൻസിബ ഇതേ സമയം പവർ റൂമിൽ പോയി കിടന്ന് കരയാണ്. ഋഷി ഒരുവിധം എൻ്റെ പൊന്നോക്കൾ വരി മക്കൾ വരി എന്ന് പറഞ്ഞുകൊണ്ട് തോളി തട്ടി എടുത്തുകൊണ്ട് പുറത്തോട്ട് കൊണ്ട് പോകുന്നുണ്ട്. നെസ്സിലോട്ട് നോക്കാം എന്താവും ഏതാവും എന്നുള്ളത്. ഞാൻ പറയുന്നത് ലാലേട്ടൻ വരുമ്പം അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് 2 ആഴ്ചത്തെ ഡയറക്റ്റ് നോമിനേഷൻ ഓരൊരു സ്ട്രൈക്ക് കാർഡ് ഈ പറയുന്ന റസ്മിന് കൊടുക്കണം. കാരണം അന്ന് ഈ പറഞ്ഞ ജാസ്മിൻ അടിച്ചത് ഒരു അടിയാണ്, അതൊന്നും മിണ്ടിയില്ല. പക്ഷെ റസ്മിൻ അടിച്ച അടി ആ അടിയല്ല, അത് കൂടുതൽ സാധനമാണ്. അടിച്ചു പിടിച്ച് തള്ളി. അന്ന് ജാസ്മിന് കൊടുക്കണമായിരുന്നു, അന്ന് കൊടുത്തില്ല, അത് തെറ്റ് തന്നെയാണ്. വീണ്ടും തെറ്റ് ആവർത്തിക്കരുത്. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി കാണിക്കണം ബിഗ് ബോസ്. ഈ പറയുന്ന റസ്മിന് ഒന്നുകിലൊരു സ്ട്രൈക്ക് കാർഡ്, ഇല്ലെങ്കിൽ 2 ആഴ്ചത്തെ ഡയറക്റ്റ് നോമിനേഷൻ കൊടുക്കണം എന്തായാലും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ മസ്റ്റ് പറയാം. ജാസ്മിനെ എന്നല്ല ആരെ അടിച്ചു കഴിഞ്ഞാലും ഞാനത് അഭിപ്രായം പറയത്തുള്ളൂ. അന്ന് സിജോയെ അടിച്ചപ്പോഴും എൻ്റെ അഭിപ്രായം ഇതായിരുന്നു, ജിൻഡോയെ അടിച്ചപ്പോഴും എൻ്റെ അഭിപ്രായം ഇതായിരുന്നു, ഇന്നിപ്പോൾ അതേ ജാസ്മിനെ അടിച്ചപ്പോഴും എൻ്റെ അഭിപ്രായം അത് തന്നെ. ഇനി നിങ്ങൾ ആരുടെ PR ആക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്കിക്കോ. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം, എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.